ഈ സെഷനിൽ പറയാൻ പോകുന്നത് ടു വീലറിൻ്റെ തേർഡ് പാർട്ടി ഒരു ഫ്രഷ് പോളിസി കോട്ട് എടുക്കാൻ ഏജൻറ്റ് പോർട്ടൽ വഴി എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനകത്ത് സെർച്ച് ബാറിൽ പോയിട്ട് ന്യൂ ഇന്ത്യ ഏജൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ലോഗിൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തതിന് ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് സെലക്ട് ചെയ്യുക, ടിക്ക് ചെയ്യുക അവിടെ. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നടുക്കിൽ പോയിട്ട് താഴോട്ട് പോകുമ്പോൾ മോട്ടർ എന്നൊരു ഓപ്ഷൻ കണ്ടിട്ടുള്ള നടുക്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ടു വീലർ സെലക്ട് ചെയ്യുക, അവസാനമുള്ളത്. വീണ്ടും ഓക്കെ കൊടുക്കുക. ഈ പേജിൽ നമുക്ക് റിന്യൂ എക്സിസ്റ്റിംഗ് പോളിസി ഫ്രം എനി ഇൻഷുറർ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫുൾ വണ്ടി രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, ഓരോന്നായിട്ട് കൊടുക്കുക, മാറ്റി മാറ്റി. വണ്ടി ഫുൾ കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റിന് ശേഷം ഇവിടെ പോളിസി ഹോൾഡർ ന്യൂ കസ്റ്റമറാണ്. കാറ്റഗറിയിൽ ഇൻഡിവിജ്വൽ കൊടുക്കുക. അതിനുശേഷം വീണ്ടും എസ് കൊടുക്കുക. പാൻ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് കൊടുത്തിട്ട് പാൻ നമ്പർ കൊടുക്കുക. എന്നിട്ട് വീണ്ടും ടിക്ക് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് നെയിം, ആർ സിയിൽ എന്താണോ ഫസ്റ്റ് നെയിം ഉള്ളത് അത് കൊടുത്തേക്കുക. ഇവിടെ ഞാൻ പ്രമോദ് കൊടുക്കുവാണ്. ലാസ്റ്റ് നെയിമിൽ ഇപ്പോൾ ഇവിടെ എസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സുമ എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഫസ്റ്റ് നെയിമിൽ ഒരു പേര് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രമോദ് എന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് നെയിമിൽ ഡോട്ട് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇത് ജെൻഡറിൽ മെയിലാണ്. അടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്തിൽ ലൈസൻസോ ആധാറോ ഏതാണ് ഡോക്യുമെൻ്റ് തരുന്നത് KYCക്ക് അതിലുള്ളത് കൊടുക്കുക. അതിനുശേഷം ആർ സിയിൽ കാണുന്ന അഡ്രസ്സ് എന്താണോ അങ്ങനെ കൊടുത്തേക്കുക. അഡ്രസ്സ് കൊടുത്തു. ലൊക്കാലിറ്റിയിൽ ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, അതിനുശേഷം GST കൊടുക്കണമെന്നൊന്നുമില്ല. ഞാൻ സ്റ്റേറ്റിൽ പോയിട്ട് കേരള കൊടുക്കുക. അടുത്ത പിൻകോഡ് കൊടുക്കുക. അടുത്ത നീല സെലക്ട് ചെയ്യുക. ഓക്കെ, സിറ്റി വന്നു. ഇനി അടുത്ത നാഷണാലിറ്റി കൊടുക്കണം. അത് സെലക്ട് ചെയ്തിട്ട് ഇന്ത്യൻ കൊടുക്കുക. അടുത്തത് കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ലാൻഡ് ലൈൻ കൊടുക്കണമെന്നില്ല. അടുത്തത് ഇമെയിൽ ഐ ഡിയിൽ കസ്റ്റമർ ഇമെയിൽ കൊടുക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം ക്രിയേറ്റ് ഓപ്ഷൻ കണ്ടല്ലോ അത് കൊടുക്കുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റമറിൻ്റെ ഒരു കോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ടാകും, ID. അതിനുശേഷം ആ വെള്ള കളർ ടിക്ക് ചെയ്തിട്ടുണ്ടോ അതിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും പോളിസി ഹോൾഡർ ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുക. അത് ടിക്ക് ആയി കഴിഞ്ഞു. ഇനി വെഹിക്കിൾ ഡീറ്റെയിൽസ്. നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ ഒരു യൂണിക്കോണിൻ്റെ വണ്ടിയാണ്. ഈ ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ കാണുന്നുണ്ടല്ലോ അത് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ യമഹ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യമഹ എന്നുള്ളത് ആദ്യം കാണുന്നത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഹോണ്ട ഞാൻ കൊടുക്കുക ആദ്യത്തെ. അതിനുശേഷം യൂണിക്കോൺ. ഇപ്പോൾ യൂണിക്കോൺ അറിയായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ടാകും. 150 cc ഉണ്ടാകും, 160 cc ഉണ്ട്. ആ CC പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ 150 cc ആണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഹോണ്ടയ്ക്ക് അതേപോലെ ആക്ടിവയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 110 cc ഉണ്ടാകും, 102 കുറേ ഉണ്ടാകും. ആ CC കറക്റ്റാക്കി നമുക്കത് കൊടുത്തേക്കാം. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഇത് കൊടുത്തു. കാരണം ഈ 150 cc മേളിൽ പോയി കഴിഞ്ഞാൽ എമൗണ്ട് പ്രീമിയം കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഡേറ്റ് ഓഫ് ഫസ്റ്റ് പർച്ചേസ്, ആ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ കൊടുത്താലും മതി. ഓക്കെ, അതിനുശേഷം വെഹിക്കിൾ സോൺ റെസ്റ്റ് ഓഫ് ഇന്ത്യ കൊടുക്കുക. IDV നമുക്ക് മൈൻഡ് ചെയ്യേണ്ട, തേർഡ് പാർട്ടി ആയതുകൊണ്ട്. ഇനി അടുത്ത കളർ ഓഫ് ദ വെഹിക്കിൾ ഞാനിവിടെ ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ RCയിൽ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് റെഡ് എന്നാണെങ്കിൽ അവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് താഴെ കറക്റ്റായിട്ടുള്ള RCയുടെ കളർ കൊടുക്കുക. ചിലപ്പോൾ പരിവാഹന ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും, കളറും കൊടുക്കേണ്ടി വരത്തില്ല. ഇതിപ്പോൾ ഞാൻ അതിനുശേഷം വണ്ടി നമ്പർ, ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ എല്ലാം പരിവാഹനം എല്ലാം വന്നിട്ടുണ്ട്. NCB കൊടുക്കണമെന്നില്ല, കാരണം തേർഡ് പാർട്ടി ആയതുകൊണ്ട്. പ്രീവിയസ് ഇൻഷുറൻസ്, അതിൽ നമുക്ക് പ്രീവിയസ് ഇൻഷുറൻസ് ഓൾറെഡി എക്സ്പയർ ആയതോ അല്ലെങ്കിൽ പോളിസി ഇല്ല കയ്യിലെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ഇനിയും 5-10 ദിവസം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതിപ്പോൾ 30-ാം തീയതി തീരുമാനമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം പ്രീവിയസ് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുക, അത് ഓക്കെ. ഇനി കവറേജിൽ പോയിട്ട് പാക്കേജ് മാറ്റിയിട്ട് ലയബിലിറ്റി കൊടുക്കുക. ഓക്കെ. ഡസ് ദ ഓണർ ഡ്രൈവ് ദ വെഹിക്കിൾ, അതിൽ നമുക്ക് കമ്പൾസറി ആയിട്ട് കൊടുക്കേണ്ടതാണ്. 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും അതിൽ എസ് കൊടുക്കുക. ലൈസൻസി ടൈപ്പിൽ നമുക്ക് ഗിയർ കൊടുക്കുക. നമ്മളിതിപ്പോൾ ബൈക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ആക്റ്റീവയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഗിയർ കൊടുത്താലും മതി. പിന്നെ കമ്പൾസറി PA കവർ കൊടുക്കേണ്ടതാണ്. കാരണം എന്തെങ്കിലും ആക്സിഡൻറ്റ് മുഖേന മരണമോ പെർമനൻറ്റ് ഡിസബിലിറ്റിയോ വൈകല്യം വരുവാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന RC ഓണർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 ലക്ഷം വരെ ഒരു കവറേജ് ഉണ്ടല്ലോ, അത് നമുക്ക് മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. ഓക്കെ. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ നോമിനി കസ്റ്റമറിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഡീറ്റെയിൽസ് കൊടുത്തേക്കുക. അതിനുശേഷം താഴെ വരുമ്പോൾ ഡു യു ഹാവ് എനി സ്റ്റാൻഡ് അലോൺ കമ്പൾസറി, അത് നോ കൊടുക്കുക. ഡു യു ഹാവ് എ പോളിസി PA പോളിസി, അത് നോ കൊടുത്തേക്കുക. ഓക്കെ. അതിനുശേഷം നമുക്ക് പോളിസി പീരീഡ് ചോമ്പ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ആ പോളിസി ഡ്യൂറേഷനിൽ 1 ഇയർ കൊടുക്കുക. ഓക്കെ. ഇനി പോളിസി പീരീഡ് അതും ടിക്കായി കഴിഞ്ഞു. ഇനി അഡീഷണൽ കവറേജ് ശ്രദ്ധിക്കുക. അതിൽ ബാക്കി ഡീറ്റെയിൽസ് കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ ചില 2 വീലറിനൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കും കൂടെ നമുക്ക് കവറേജ് കൊടുക്കാൻ പറ്റും. അതിൽ നമുക്ക് ഡു യു വോണ്ട് ടു ഇൻക്ലൂഡ് PA കവർ ഫോർ അൺനെയിംഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് കണ്ടല്ലോ, അതാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. അത് കൊടുത്തതിന് ശേഷം 1 lakh കവറേജ് വരെ നമുക്ക് കൊടുക്കാം. 1 lakh കൊടുത്താലേ നമുക്ക് 70 രൂപയ്ക്ക് പ്രീമിയം വരത്തുള്ളൂ. നമുക്ക് കാറിലാണെങ്കിലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. കൂടെ വരുന്ന 4 യാത്രക്കാരുണ്ടെങ്കിൽ 4 യാത്രക്കാർക്കായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 1 ലക്ഷം വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഇതേപോലെ സ്ഥിരമായ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വൈകല്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ കവറേജ് നമുക്ക് കിട്ടുന്നതാണ് 1 lakh വരെ. അതിനുശേഷം പെയ്ഡ് ഡ്രൈവേഴ്സ് ഒന്നും കൊടുക്കണമെന്നില്ല. 2 വീലറിൻ്റെ തേർഡ് പാർട്ടിക്ക് അത് ആവശ്യം വരുന്നില്ല. അതത്രേ കഴിഞ്ഞു. അതിനുശേഷം അഡീഷണൽ കവറേജ് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞു. ഇനി അഡീഷണൽ ഡീറ്റെയിൽസ് ഡിസ്കൗണ്ട് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കാരണം അത് തേർഡ് പാർട്ടി ആയതുകൊണ്ട് ആവശ്യമില്ല. അതിനടുത്ത് സേവ് ആൻഡ് കാൽക്കുലേറ്റ് പ്രീമിയം കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ കോഡ് നമ്പർ ജനറേറ്റ് ആയിട്ടുണ്ട്. കോഡ് നമ്പർ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ 1249 കാണിക്കുന്നത് അഡീഷണൽ കവറേജിൽ ഞാൻ പില്യൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ 0 അടിച്ചു, ഒന്നുകൂടെ സേവ് ചെയ്യുവാണ്. കസ്റ്റമറോട് ചോദിക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ കൊടുത്താൽ മതി. അപ്പോൾ 1167 രൂപയാണ് പ്രീമിയം. താഴെ പോയിട്ട് അപ്രൂവ് ആൻഡ് പേ കൊടുക്കുക. അതിനുശേഷം അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ വ്യൂ ബ്രേക്കപ്പ് എന്നുള്ള ഓപ്ഷൻ എപ്പോഴും ശ്രദ്ധിച്ചേക്കുക. എല്ലാം ആഡ് ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കാനാണ്. തേർഡ് പാർട്ടി ഓണർ ഡ്രൈവർ PA ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എപ്പോഴും, ഏത് വണ്ടി ചെയ്യുകയാണെങ്കിലും. അപ്പോൾ ടോട്ടൽ തേർഡ് പാർട്ടി 4 വീലർ ആണെങ്കിലും അത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം അപ്രൂവ് ആൻഡ് പേ വീണ്ടും കൊടുത്തു. ഇനി അടുത്ത് KYC വെരിഫിക്കേഷനാണ്. അവിടെ ഓക്കെ കൊടുക്കുക. ആധാറും കൊടുക്കാം. ആധാർ ആണെങ്കിൽ ഫ്രണ്ടും ബാക്ക് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഒരു സൈഡ് ആണെങ്കിലും മതി. ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്തു. ഫോൺ കാർഡായിട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ വഴി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്ലോഡ് ഓപ്ഷൻ കൊടുത്തു. മീഡിയ പിക്കർ സെലക്ട് ചെയ്തു. ലൈസൻസ് കൊടുത്തു. യൂസ് ദിസ് ഡോക്യുമെൻ്റ് ഓപ്ഷൻ കൊടുക്കുക. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതൊരു 6-7 സെക്കൻഡ് എടുക്കും. ഓക്കെ അവിടെ വീണ്ടും അടിക്കുക. അതിനുശേഷം ഡേറ്റ് ഉള്ള പോളിസി ആയതുകൊണ്ട് നമുക്ക് 30-ാം തീയതിക്ക് മുമ്പ് എപ്പോൾ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഡേറ്റ് ഇല്ലാത്തൊരു പ്രീവിയസ് ഇൻഷുറൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ബൈ എൻഡ് ഓഫ് ദി ഡേ പേയ്മെൻറ്റ് ചെയ്യണം. അവിടെ കൺഫേം കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഓഫീസിൽ വെക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിലുള്ള പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ പോളിസിയുടെ കോപ്പി വയ്ക്കുക, RCയുടെ കോപ്പി വെച്ചേക്കുക. പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പോളിസി ഉണ്ടല്ലോ അതിൻ്റെ ഒരു കോപ്പി വയ്ക്കുക. ഇപ്പോൾ ഓൾറെഡി ഡേറ്റ് തീർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രപ്പോസൽ ഫോം കൂടി വയ്ക്കുക. പിന്നെ പുതിയ പോളിസിയുടെ ഒരു കോപ്പി ഉണ്ടല്ലോ അതിൻ്റെ ഒരു കോപ്പിയും RCയുടെ ഒരു കോപ്പിയും വയ്ക്കുക നിർബന്ധമായിട്ട്. അതും വയ്ക്കേണ്ടത് 1 മാസത്തിനകത്ത് വയ്ക്കുക പോളിസി ഇഷ്യൂ ആയതിൻ്റെ. ഓക്കെ.